ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ ജില്ലയിൽ നിന്നുള്ള അവിശ്വസനീയമായ ഒരു വാർത്ത രാജ്യം മുഴുവൻ ഞെട്ടിക്കുകയാണ്. 1.5 വയസ്സുകാരനായ ഒരു കുട്ടി കളിക്കുന്നതിനിടെ ഒരു മൂർഖൻ പാമ്പിനെ കടിച്ചു കൊന്നു. ഭാഗ്യവശാൽ കുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്ത് ആശുപത്രി നിരീക്ഷണത്തിലാണ്. ഈ സംഭവം രാജ്യമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത്. പശ്ചിമ ചമ്പാരൻ ബഖാത് ഗ്രാമത്തിൽ വീട്ടിൽ കളിക്കുകയായിരുന്നു ഗോവിന്ദ എന്ന 1.5 വയസ്സുകാരൻ. ഗോവിന്ദയുടെ വീട്ടുകാർ നൽകുന്ന വിവരമനുസരിച്ച് കുട്ടി തനിച്ചായിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. സാധാരണഗതിയിൽ കുട്ടികൾ കളിക്കുന്നിടത്ത് പാമ്പുകൾ വരാറില്ലെങ്കിലും മഴക്കാലമായതുകൊണ്ട് പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഗോവിന്ദൻ തന്റെ കളിപ്പാട്ടങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മൂർഖൻ പാമ്പ് അവന്റെ അടുത്തേക്ക് ഇഴഞ്ഞെത്തി. സാധാരണയായി പാമ്പുകളെ കാണുമ്പോൾ മുതിർന്നവർ പോലും ഭയന്നോടുകയാണ് പതിവ്. എന്നാൽ 1.5 വയസ്സുകാരനായ ഗോവിന്ദയ്ക്ക് പാമ്പിനെ കുറിച്ചുള്ള ഭയമോ അപകട സാധ്യതയെക്കുറിച്ചോ ഉള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അവൻ കളിക്കുന്നതിനിടെ സ്വാഭാവികമായി പാമ്പിനെ ഒരു കളിപ്പാട്ടമായി കണ്ടു എന്നതാണ് അനുമാനം. ആദ്യം അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടം ഉപയോഗിച്ച് പാമ്പിനെ അടിച്ചു. ഈ പ്രഹരം പാമ്പിന് ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിരിക്കാം. എന്നാൽ അവിടം കൊണ്ടൊന്നും നിർത്തിയില്ല. അതിശയകരമായെന്ന് പറയട്ടെ, അടികൊണ്ട് പാമ്പ് ഗോവിന്ദനെ എടുക്കുകയും അതിനെ കടിക്കുകയും ചെയ്തു. ഒരുപക്ഷെ തന്റെ വായിൽ കിട്ടിയ ഏതൊരു വസ്തുവിനെയും കടിച്ചു നോക്കുന്ന കുട്ടികളുടെ സ്വാഭാവികമായ പ്രവണതയായിരിക്കും ഇവിടെ സംഭവിച്ചത്. അവന്റെ കൊച്ചു പല്ലുകൾ പാമ്പിന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. ഈ അടിയും കടിയും ഏറ്റതോടെ മൂർഖൻ പാമ്പ് അധികം വൈകാതെ തന്നെ ചത്തു. സംഭവം നടക്കുമ്പോൾ ഗോവിന്ദയുടെ മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ അവന്റെ അടുത്തുണ്ടായിരുന്നില്ല. സാധാരണ കുട്ടികൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ വീട്ടുകാർക്ക് സംശയം തോന്നി. അവർ ഗോവിന്ദ കളിക്കുന്നിടത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഗോവിന്ദ നിലത്ത് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അവന്റെ സമീപത്തായി ചത്തുകിടക്കുന്ന ഒരു മൂർഖൻ പാമ്പിനെ അവൻ കണ്ടു. പാമ്പിനെ കണ്ടതോടെ വീട്ടുകാർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഉടനെ തന്നെ അവർ പരിഭ്രാന്തരായി. പാമ്പ് കടിയേറ്റതാകുമോ എന്ന ഭയം അവരെ വല്ലാതെ അലട്ടി. ഒട്ടും വൈകാതെ തന്നെ അവർ ഗോവിന്ദയെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും അവിടെ നിന്ന് മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ആശുപത്രിയിലെത്തിയ ഉടനെ തന്നെ ഡോക്ടർമാർ ഗോവിന്ദയെ വിശദമായി പരിശോധിച്ചു. ഭാഗ്യവശാൽ പാമ്പ് കടിയേറ്റതിന്റെ ഗുരുതരമായ ക്ഷീണങ്ങളൊന്നും അവനിൽ പ്രകടമല്ലായിരുന്നു. എന്നിരുന്നാലും ഒരു മൂർഖൻ പാമ്പുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടായതുകൊണ്ട് മുൻകരുതൽ എന്ന നിലയിൽ അവനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഏതാനും മണിക്കൂറുകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ കുഞ്ഞ് അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. ഇപ്പോൾ അവൻ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അവന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും അധികൃതർ അറിയിച്ചു. ഈ സംഭവം പല തലങ്ങളിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു മൂർഖൻ പാമ്പിനെ കടിച്ച ശേഷവും കുട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് രക്ഷപ്പെട്ടതും അത്ഭുതകരമായ ഒന്നായിട്ടാണ് പലരും കാണുന്നത്. മൂർഖൻ പാമ്പുകൾക്ക് വിഷമുണ്ടെങ്കിലും അവയുടെ കുഞ്ഞുങ്ങൾക്ക് വിഷം കുറവായിരിക്കുമെന്നും ചിലപ്പോൾ കടിയേൽക്കുമ്പോൾ വിഷം ഉള്ളിൽ കിടക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഗോവിന്ദ പാമ്പിനെ കടിച്ചത് പാമ്പിന്റെ ശരീരത്തിലെ മാരകമല്ലാത്ത ഭാഗത്തായിരിക്കാം എന്നും അനുമാനിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ പാമ്പുകളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. കൃഷിഭൂമികളും വനങ്ങളും ഇല്ലാതാകുന്നതും നഗരവൽക്കരണം വർദ്ധിക്കുന്നതും പാമ്പുകൾക്ക് തങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുകയും അവ ഭക്ഷണവും വാസസ്ഥലവും തേടി മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ എത്തുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇത് മനുഷ്യർക്കും പാമ്പുകൾക്കും ഒരുപോലെ അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ചെറിയ കുട്ടികളെ ഒരിക്കലും തനിച്ചാക്കരുതെന്നും അവർ കളിക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് പാമ്പുകളോ മറ്റു അപകടകാരികളായ ജീവികളോ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മാതാപിതാക്കൾ അതീവ ശ്രദ്ധ പുലർത്തണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പാമ്പ് കടിയേറ്റ ഉടനെ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചും ഈ സംഭവം ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കും. പലപ്പോഴും പാമ്പ് കടിയേറ്റ് ചികിത്സ തേടാതെ നാടൻ വൈദ്യത്തെ ആശ്രയിക്കുന്ന സ്ഥിതി കൂടുതൽ വഷളാകാറുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ച് പാമ്പ് സംരക്ഷണ വിദഗ്ധർ പറയുന്നത് കുട്ടികൾക്ക് പാമ്പുകളെക്കുറിച്ച് അവയുടെ അപകടത്തെക്കുറിച്ച് ധാരണയില്ലാത്തതിനാൽ അവർക്ക് കൗതുകം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും ഈ സാഹചര്യത്തിൽ ഗോവിന്ദൻ പാമ്പിനെ കളിപ്പാട്ടമായി കണ്ടതും അതിനെ ഉപദ്രവിച്ചതുമായിരിക്കും പാമ്പ് തിരിച്ച് ആക്രമിക്കാത്തതിന്റെ കാരണമെന്നും അനുമാനിക്കാം. ഒരുപക്ഷെ പാമ്പ് ഗോവിന്ദയെ ഭയപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പാമ്പുകളുടെ വിഷത്തിന്റെ അളവ്, കടിച്ച സ്ഥലത്ത് വിഷം എത്രത്തോളം ഏൽക്കുന്നോ, കടിയേറ്റ വ്യക്തിയുടെ ശരീരപ്രകൃതി എന്നിവയെല്ലാം പാമ്പ് കടിയുടെ തീവ്രതയും സ്വാധീനിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞു പാമ്പിനെ കടിക്കുകയാണ് ചെയ്തത്. പാമ്പിന്റെ വിഷപ്പല്ലുകൾ കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറാനുള്ള സാധ്യത കുറവായിരുന്നേക്കാം. മുമ്പും കടിയേറ്റിട്ടുണ്ടെങ്കിൽ പോലും ഭാഗ്യവശാൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്.